രവിതേജയുടെ സംക്രാന്തി റിലീസ് കൊച്ചി PVR ഫോറം മോളിലുള്ള ഓഡി 6-ലായിരുന്നു ഒരു ചാർട്ട് ചെയ്തിരുന്നത്. ഓഡി 6 ഒരു ഫ്ലാറ്റ് സ്ക്രീനാണ്, പക്ഷേ പടം സ്കോപ്പായിരുന്നു. ആസ് യൂഷ്വൽ മിസ്മാനേജ്മെന്റ്. ഭരതമഹാസായാലൊക്കെ വിജ്ഞപ്തി, അതായത് കല്യാണം കഴിഞ്ഞവരോട് രവിതേജയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിലുള്ളത്. രവിതേജയുടെ കാര്യം ആക്ച്വലി ഭയങ്കര കഷ്ടമാണ്. വർഷങ്ങളായി പുള്ളിയുടെ ഒരു സിനിമ ഹിറ്റായിട്ട് എനിക്ക് തോന്നുന്നു. കുറേ കാലമായിരുന്നു തോന്നുന്നു, അടുപ്പിച്ച് 7-8 പടങ്ങളൊന്നും പുള്ളിയുടെ അട്ടർ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്ലോപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ജോണർ പരീക്ഷിക്കാമെന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയാണ് പുള്ളി ഒരു ഫാമിലി കോമഡി ആ ഒരു ജോണറിലുള്ള ഈ സിനിമ എടുത്തിരിക്കുന്നത്. ആക്ച്വലി സംക്രാന്തിക്ക് റിലീസായിരിക്കുന്ന എല്ലാ തെലുങ്കുകളും കോമഡി ജോണറിൽ വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ രാജാ സാബ് അതൊരു ഹൊറർ കോമഡി ആയിരുന്നു, അത് സഹിച്ചിരിക്കാൻ പറ്റാത്തൊരു പടമായിരുന്നു. ഇപ്പോൾ ചിരഞ്ജീവിയുടെ പടമാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി കൊള്ളാവുന്നൊരു പടമാണ്. പിന്നെ ഇന്ന് റിലീസായിരിക്കുന്ന നവീൻ പോളി ഷെട്ടിയുടെ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കോമഡി ജോണറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ സിനിമ ഈ പതി പത്നി ഓർ വോ ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന അതേ സിനിമ തന്നെയാണ്, വേറെ ഒന്നുമില്ല. അതായത് ഈ അവിഹിതമാണ് ഇതിൻ്റെ ഒരു മെയിൻ കോമഡി എലമെൻ്റായിട്ട് ഇതിനകത്തേക്ക് വരുന്നത്. കഴിഞ്ഞ സീസണിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയായിരുന്നു സംക്രാന്തിക്ക് വസ്തുണ്ട എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആ സിനിമയിൽ തന്നെ അതിനോടൊക്കെ കുറച്ച് ആ ഒരു തീമിലൊക്കെ വരുന്ന അതേ കഥ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നായകൻ ഒരു അനാർക്കലി എന്ന് പേരുള്ള ഒരു വൈൻ യാർഡും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ സ്പെയിനിൽ ഒരു ബിസിനസ് ഡീലിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്പെയിനിൽ വെച്ചൊരു സ്ത്രീയെ, അതായത് ആഷിക രംഗനാഥിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ പരിചയപ്പെടുന്നു. അവർ തമ്മിൽ ഒരു ഫിസിക്കൽ റിലേഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും പുള്ളിക്കാരൻ, നമ്മുടെ നായകൻ, കല്യാണം കഴിഞ്ഞ കാര്യം പറയുന്നുണ്ടാവില്ല. അങ്ങനെ ഹൈദരാബാദ് എത്തുന്നു. ഹൈദരാബാദ് എത്തിക്കഴിയുമ്പോൾ ഈ ആഷികയുടെ ക്യാരക്ടറും അങ്ങോട്ടേക്ക് എത്തുന്നു. പിന്നീട് ഇപ്പോൾ തൻ്റെ കള്ളങ്ങളൊന്നും കാമുകി അറിയരുതെന്നും അതുകൂടാതെ ഭാര്യ അറിയരുന്നു. ഭാര്യ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഡിംപിൾ ഹയാത്തിയാണ്. അപ്പോൾ ഈ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന നായകൻ പെടുന്ന തത്രപ്പാടുകളും കാര്യങ്ങളും നമ്മൾ ഈ ഒരു തീമിൽ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ തന്നെയാണ് ഇത്. ഈ സിനിമയുടെ തുടക്കം, അതായത് ഇതൊരു ഫാമിലി സിനിമയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു രവിതേജ സിനിമയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ തുടക്കത്തിലെ കുറേ കാര്യങ്ങൾ. പടം തുടങ്ങി ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആഷികയുടെ ക്യാരക്ടറിനെ കാണിക്കും. ആഷിക പുള്ളിക്കാരി ബിക്കിനി, അതായത് സ്വാഭാവികമായിട്ടും ബീച്ചിലൊക്കെയാണല്ലോ ഇൻട്രോ സീൻ വരുന്നത്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫാമിലി മൂവിയാണ്. പക്ഷേ ഈ ആഷികയുടെ ശരീരത്തിലുള്ള എല്ലാ ആംഗിളിലും ഏതൊക്കെ രീതിയിലൊക്കെ ക്യാമറ വെക്കാവോ അങ്ങനെ ക്യാമറ വെച്ചിട്ടൊരു പാട്ട്, അതിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. പിന്നെ ആ ഒരു സ്പെയിൻ പോർഷൻ ഏകദേശം ഒരു 30 മിനിറ്റോളമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് വെണ്ണല കിഷോറിൻ്റെയും സത്യയുടെയും കുറേ കോമഡി സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് പല സീക്വൻസ് പകുതിയിലധികവും വർക്കാവുന്നില്ല, ചീറ്റി പോകുന്ന കുറേ കോമഡിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ ആക്ച്വലി നല്ല ബോറാണ്. പിന്നീട് ഹൈദരാബാദിലേക്ക് കഥ ഷിഫ്റ്റ് ആവും. അത് കഴിയുമ്പോഴേക്കും പിന്നെ ഈ പതി പത്നി ഓർവോ ആ രീതിയിൽ വരുമ്പോൾ പിന്നെ അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തന്നെ തോന്നുന്നുണ്ട്. എന്നാൽ പോലും ഇൻ്റർവെൽ ആകുമ്പോഴേക്കും നമുക്കിപ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു പോർഷനിലാണ് ഈ പടത്തിൻ്റെ ഇൻ്റർവെൽ വരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു ഫേക്ക് ഇൻ്റർവെല്ലാണെന്ന്. ശരിക്കുള്ള സത്യം ഭാര്യ അറിയരുത്, കാമുകി അറിയരുത് എന്നുള്ള രീതിയിൽ നട്ടം തിരിയുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഒരു സംഭവം മാറി വേറെ രീതിയിലേക്ക് കഥ മാറി കഴിയുമ്പോഴേക്കും ഫസ്റ്റ് ഹാഫിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചധികം കോമഡി നമ്പേഴ്സും കുറച്ച് എൻഗേജിങ് ആയിട്ടൊക്കെ തന്നെയാണ് സെക്കൻഡ് ഹാഫ് പോകുന്നത്. ഒരു ക്യാരക്ടർ ഒഴികെ അതിനകത്ത് ആഷികയുടെ ബ്രദർ എന്നുള്ള രീതിയിലൊരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ടെററാണ്, ഭയങ്കര കില്ലറാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ഭൂരിഭാഗം കോമഡിയും നടക്കുന്നത്. പക്ഷേ ഈ ക്യാരക്ടർ അത്ര എഫക്റ്റീവ് അല്ല. പിന്നെ അതിനകത്ത് വരുന്ന ആ ഒരു മൊത്തത്തിലുള്ള ആ ക്യാരക്ടറിനെ വെച്ചിട്ടുള്ള കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഈ പടത്തിൽ പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. പിന്നെ ഈ സിനിമ തുടങ്ങുന്നത് രവിതേജൊക്കെ കാറെടുത്തിട്ട് കാറ് ഭയങ്കര സ്പീഡിൽ ഓടിച്ച് കാറിങ്ങനെ പൊങ്ങി എയറിൽ നിൽക്കുകയാണ് കാറ്. അപ്പോൾ എയറിൽ നിൽക്കുമ്പോൾ പുള്ളി നോക്കുമ്പോൾ താഴെ 2 പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ കാമുകി, ഇവർ ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിന് ഞാൻ നൽകുന്ന ഉത്തരം എന്നുള്ള രീതിയിൽ ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്തിട്ടാണ് ഈ സിനിമ. അതിനാണ് പിന്നെ ഫ്ലാഷ് ബാക്കിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇവർ ചോദിച്ച ചോദ്യം, അതിനുള്ള ഉത്തരം എന്നുള്ള രീതിയിൽ ക്ലൈമാക്സ് വരും. അപ്പോൾ ക്ലൈമാക്സ് വരുമ്പോൾ നമ്മളും സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ ചോദ്യം എന്താണ്, ഉത്തരം ഇതാണ് എന്നുള്ള രീതിയിൽ ഭയങ്കര ബിൽഡപ്പൊക്കെ പിന്നീടും കാണിക്കുന്നുണ്ട്, തുടക്കം മാത്രമല്ല. പക്ഷേ ഇതിനകത്ത് ഈ നായകൻ കൊടുക്കുന്ന ഉത്തരം, അതായത് ഇവർക്ക് അറിയില്ല ഇവർക്ക് എന്ത് രീതിയിൽ ഈ നായകൻ്റെ ചെയ്ത്തുകൾ, കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഡൽട്ടറി എന്ന് പറയുന്ന സംഭവം എന്ത് പറഞ്ഞ് ന്യായീകരിക്കണമെന്ന് ഈ സിനിമ എഴുതിയവർക്ക് ഒരു ഐഡിയ ഇല്ല. ഒരു ഓഞ്ഞ രീതിയിലുള്ളൊരു ഉത്തരവും കാര്യങ്ങളൊക്കെ നൽകി അവസാനം ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്നുള്ള രീതിയിൽ കല്യാണം കഴിഞ്ഞ എല്ലാവരോടുള്ള ആ ഒരു രീതിയിലുള്ള അഡ്വൈസ് എന്നുള്ള രീതിയിൽ രവിതേജ് എന്താണ്ടൊക്കെ പറഞ്ഞ് പടം അവസാനിക്കും. ഭയങ്കര വീക്കായിട്ടുള്ള, ഭയങ്കര ബ്ലണ്ടറായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഓഞ്ഞ ക്ലൈമാക്സ് എന്നല്ലാതെ അതിന് വേറെ ഒന്നും പറയാനില്ല. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രവിതേജ സിനിമകളിൽ നിന്ന് എന്തൊക്കെയാണോ പ്രതീക്ഷിക്കേണ്ടത്, പ്രത്യേകിച്ച് പാട്ട് സീനുകളിൽ എന്തൊക്കെയാണോ പ്രതീക്ഷിക്കേണ്ടത് അത് കൃത്യമായിട്ട് കിട്ടുന്നു എന്നല്ലാതെ പുള്ളി പലപ്പോഴും ഓവർ ആക്ടിങ് ആണ് ഈ പടത്തിൽ. കാരണം പുള്ളി കോമഡി നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ പടത്തിൽ ആ ഒരു മീറ്റർ പിടിച്ചിരിക്കുന്നതൊക്കെ ഭയങ്കര ഓവറാണ്. അതായത് ഈ ഓർഗാനിക് ആയിട്ടുള്ള കോമഡി ഇല്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രശ്നം. ഇതിനകത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് സ്ലാപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഓവറായിട്ട് ചെയ്ത് ചിരിപ്പിക്കാം എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ ആ മീറ്ററിലാണ് രവിതേജൻ പെർഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ
ആഷികയുടെ ക്യാരക്ടർ കൊള്ളായിരുന്നു, പുള്ളിക്കാരി അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഡിംപിൾ ഹാത്തിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാട്ട് സീനുകളിൽ പാട്ട് സീനുകളിലെ എക്സ്പ്രഷൻ നല്ല രീതിയിൽ വരുന്നുണ്ട്. അത് ആ പാട്ടിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ രവിതേജ സിനിമകളിലേതൊക്കെ ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. പക്ഷേ ബാക്കി ത്രൂ ഔട്ട് ഒറ്റ എക്സ്പ്രഷനും വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ സുനിലുണ്ട്, സുനിലിൻ്റെ കോമഡിയൊക്കെ അത്യാവശ്യം പടത്തിൽ വർക്കായിട്ടുള്ള കോമഡി എല്ലാം സുനിലിൻ്റെയാണ്. പിന്നെ സത്യ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഫൈനൽ ആക്ടിന് മുമ്പ് ഒരു ഡം ഷാട്സ് എന്നുള്ള രീതിയിലാണ് സംഭവം, ഡംബ് തന്നെയാണ്. പക്ഷേ ആ ഒരു കോമഡി സീക്വൻസ് ആക്ച്വലി വർക്കാവുന്നുണ്ട്, അങ്ങനെ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. വെന്നല കിഷോറുണ്ട്, പുള്ളിയുടെ കോമഡിയും അത്യാവശ്യം കൊള്ളാമായിരുന്നു. പിന്നെ ഒരു ബ്രദർ ക്യാരക്ടർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ക്യാരക്ടർ പുള്ളിയുടെ പെർഫോമൻസ് ആണെങ്കിലും ആ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും ഒട്ടും പടത്തിലും സിങ്കല്ല, ആകെ മൊത്തത്തിൽ എന്തോ ഒരു എവിടെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നുള്ള രീതിയിലൊക്കെയാണ് പോകുന്നത്. പിന്നെ മനശങ്കര വരപ്രസാദ് ഗാരു എന്ന് പറയുന്ന ചിരഞ്ജീവിയുടെ പടത്തിൽ മ്യൂസിക് ചെയ്തിട്ടുള്ള ബീംസ് പുള്ളിക്കാരൻ തന്നെയാണ് ഈ പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് 2 പാർട്ടി സോങ് ഉണ്ട്. പാർട്ടി സോങ് ആ പടത്തിലെ പോലെ തന്നെയായിരുന്നു. പാർട്ടി സോങ് നല്ല വൈബാണ്. എനിക്ക് തോന്നുന്നു പുള്ളി ഇതുപോലെ അടിച്ചുപൊളി പാട്ടുകൾക്കൊക്കെ പുള്ളി അടിപൊളിയാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഒരു മെലഡിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ DOP ഇതൊരു ഫാമിലി കോമഡി എന്നുള്ള രീതിയിൽ സ്പെയിൻ കാണിക്കുന്നതൊക്കെ സ്പെയിൻ്റെ ടൂറിസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് പോലെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമ ആവശ്യപ്പെടുന്ന അത് ആ രീതിയിലുള്ള ഒരു കളർഫുൾനെസ് ആയിട്ടുള്ള അങ്ങനത്തെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടെക്നിക്കലി ഒന്നും കുഴപ്പമില്ല. ഇതുപോലുള്ള തെലുങ്ക് പടങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയിലൊക്കെയാണ് വരുന്നത്. പടം എത്ര കച്ചറ പടമാണെന്നുണ്ടെങ്കിലും ഇവർ ചെയ്യുന്ന സൗണ്ട് മിക്സിങ് പിന്നെ ടെക്നിക്കലി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒക്കെ കിടിലനായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ പടം വരുന്നത്. അങ്ങനെ തെറ്റ് പറയാൻ കുറ്റം പറയാനുള്ള ഒന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ 2 നായികമാരുള്ളതുകൊണ്ട് ഈ സിനിമ ബോറടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബോറടിയൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് ആ ഒരു സ്പെയിൻ പോർഷൻ അത്യാവശ്യം നല്ല രീതിയിൽ ബോറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈദരാബാദിലേക്ക് കഥ മാറുമ്പോഴേക്കും നല്ല രീതിയിൽ എൻഗേജിങ് ആയി പോകുന്നുണ്ട്. ഒരുപാട്, അതായത് ഈ പടത്തിലൊരു 10 കോമഡി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് 7 എണ്ണം ചീറ്റിപ്പോയാലും 3 എണ്ണം നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട്. പിന്നെ ഒരു DQൻ്റെ ചെറുപ്പം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പയ്യൻ്റെ ഫോട്ടോ കാണിക്കുമല്ലേ തെലുങ്കിലുള്ള, റോഹൻ എന്നോ അങ്ങനെ എന്താണ് പയ്യൻ്റെ പേര്. പയ്യൻ ഇതിനകത്ത് ഭയങ്കര വെറുപ്പീരി ക്യാരക്ടറാണ്. ആ പയ്യൻ്റെ കോമഡീസ് അങ്ങനെ കുറച്ച് വർക്കാവാത്ത കുറേ സംഭവങ്ങളുണ്ടെങ്കിലും ചിലതൊക്കെ ജെനുവൻലി നമ്മളെ ചിരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഹാഫിനേക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ബെറ്റർ ഉള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമാക്സ് അത്ര അലമ്പാക്കി കളഞ്ഞു. അതായത് ഭയങ്കര ബിൽഡപ്പൊക്കെ പറഞ്ഞ് അതിനകത്ത് പറയുന്ന ഉത്തരം ഓഞ്ഞ ക്ലൈമാക്സ് ആണ്, അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദം. ഈ പടത്തിൻ്റെ സർട്ടിഫിക്കേഷൻ US 16+ ആണ്. അതായത് ഫാമിലി കോമഡി മൂവി ആണെന്നുണ്ടെങ്കിലും രവിതേജ സിനിമ ആയതുകൊണ്ട് തന്നെ, അതായത് ഈ സിനിമയിൽ അഡൾട്ടറി ആണ് ഇതിൻ്റെ തീം വരുന്നത്. പിന്നെ 2 നായികമാരുണ്ട്. 2 നായികമാരുടെ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു 3 പേരും തമ്മിലുള്ള പാട്ടാണെങ്കിലും ഈ ഗ്ലാമർ സീനുകളുടെ അതിപ്രസരം കൊണ്ട് തന്നെ ഇതിന് US 16+ റേറ്റിംഗ് ആണ്. കാരണം നമ്മളൊരു രവിതേജ സിനിമ എന്തിനു കാണണം എന്നുള്ള ചോദ്യം, ഒരു ഇന്ന സിനിമ നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുകയോ തീരുമാനിക്കുമ്പോൾ രവിതേജ പടമാണെന്നുണ്ടെങ്കിൽ 2 ഫാക്ടറാണ് നമ്മളെ അതിനകത്ത് ആകർഷിക്കുന്നത്. ഒന്ന്, എത്ര നായികമാരുണ്ട്, പിന്നെ ആരൊക്കെയാണ് നായികമാർ. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ സിനിമ കാണണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ സിനിമയും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അടുപ്പിച്ച് കുറേ ഫ്ലോപ്പിന് ശേഷം രവിതേജയുടെ ഈ സിനിമയും ഫ്ലോപ്പാവോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു.